ഇന്ന് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 4 പ്രോപ്പർട്ടീസ് ആണ് മെയിനായിട്ട് പറയുന്നത്. അറ്റോമിക് റേഡിയസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന പ്രോപ്പർട്ടീനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറ്റോമിക് റേഡിയസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വൈ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ ദ അറ്റോമിക് റേഡിയസ്, എന്തുകൊണ്ടാണ് അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അതിൽ 2 റീസൺ ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ദ സൈസ് ഓഫ് ദ ആറ്റം ഈസ് വെരി സ്മോൾ. നമുക്ക് എല്ലാവർക്കും അറിയാം ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. 1.2 ആംസ്ട്രോം, അതായത് 1.2 × 10⁻⁻10 മീറ്റർ ആണ് ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത്. ഈ സൈസ് വളരെ ചെറിയ സൈസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യാൻ പ്രയാസമാണ്. റേഡിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സെന്ററിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ന്യൂക്ലിയസിന്റെ സെന്ററിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആറ്റത്തിന്റെ സൈസ് ചെറുതായതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പ്രയാസമായിരിക്കും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ദ ഇലക്ട്രോൺ ക്ലൗഡ്സ് സറൗണ്ടിങ് ദ ആറ്റം ഡസ് നോട്ട് ഹാവ് എ ഷാർപ്പ് ബൗണ്ടറി. നമുക്കറിയാം ഈ ഇലക്ട്രോൺസ് ക്ലൗഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇലക്ട്രോണിന്റെ ക്ലൗഡിന്റെ ഫോമിലാണ് നിൽക്കുന്നത്. ഈ ഇലക്ട്രോണിന്റെ ക്ലൗഡിൽ നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യാനുള്ള ഒരു പ്രയാസമുണ്ട്. ആ ഇലക്ട്രോൺ ക്ലൗഡിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടെ ഒരു ഷാർപ്പ് ബൗണ്ടറി, കൃത്യമായിട്ടുള്ളൊരു ബൗണ്ടറി ഇല്ല. അപ്പോൾ നമുക്ക് അത് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂക്ലിയസിന്റെ സെന്ററിന് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 2 കാരണം കൊണ്ടാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യാൻ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ജോബ് എന്ന് പറയുന്നത്. ഈ അറ്റോമിക് റേഡിയസ് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് നോക്കാം. അറ്റോമിക് റേഡിയസ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർ മോസ്റ്റ് ഷെൽ കണ്ടെയ്നിങ് ഇലക്ട്രോൺ. അപ്പോൾ സെന്റർ ഓഫ് ദ ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണോ ലാസ്റ്റ് ഷെല്ല്, ന്യൂക്ലിയസ് ഇലക്ട്രോൺ ഉള്ള ലാസ്റ്റ് ഷെല്ല് ഏതാണോ അതുവരെയുള്ള ഡിസ്റ്റൻസ്. സോ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ടു ദ ഔട്ടർ മോസ്റ്റ് ഷെൽ കണ്ടെയ്നിങ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ അതിനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ആറ്റം ഉണ്ടെങ്കിൽ, 2 ആറ്റംസ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആദ്യം മെഷർ ചെയ്തെടുക്കുക. കാരണം ന്യൂക്ലിയസിനെ നമുക്ക് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ 2 ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറ്റോമിക് റേഡിയസ് കിട്ടും. അതായത് ന്യൂക്ലിയസുകളുടെ സെന്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറ്റോമിക് റേഡിയസ് കിട്ടും. അതാണ് നമ്മൾ സാധാരണ ചെയ്യുക. അപ്പോൾ ഈ അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി കാരണമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാറ്. ഹൗ ടു മെഷർ ദ അറ്റോമിക് റേഡിയസ്? ദിസ് ഈസ് ദ half of the distance between the nuclei of 2 diatomic molecules. 2 ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു മോളിക്യൂൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് H2 മോളിക്യൂൾ ആണ് എന്ന് കൺസിഡർ ചെയ്യുക. H2 മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്യുക. ഈ 2 ഹൈഡ്രജൻ ആറ്റംസിൻ്റെയും സെന്റർ, ന്യൂക്ലിയസിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിന് അടുത്ത ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് അതിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറ്റോമിക് റേഡിയസ് കിട്ടും. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ഇനി അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഓഫ് അറ്റോമിക് റേഡിയസ് ആണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ അറ്റോമിക് റേഡിയസ് 3 തരത്തിലുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് കോവാലന്റ് റേഡിയസ്. കോവാലന്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ കോവാലന്റ് ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ കോവാലന്റ് റേഡിയസ് കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് 1/2 ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ് 2 കോവാലന്റ്ലി ബോണ്ടഡ് ആറ്റംസ്. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യുക, ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്താൽ നമുക്ക് കോവാലന്റ് റേഡിയസ് കിട്ടും. അപ്പോൾ ക്ലോറിൻ മോളിക്യൂളിന്റെ കോവാലന്റ് റേഡിയസ് കാണാൻ വേണ്ടിയിട്ട് 2 ക്ലോറിൻ ആറ്റംസ് കോവാലന്റ്ലി ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് Cl2 മോളിക്യൂൾ കിട്ടുക. അപ്പോൾ ഒരു ക്ലോറിൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിന് അടുത്ത ക്ലോറിൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ദാറ്റ് ഈസ് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്നാണ് അതിനെ പറയുക.
അത് 198 പൈക്കോമീറ്റർ ആണ്. 198 പൈക്കോമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു 198 പൈക്കോമീറ്ററിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ അത് 99 പൈക്കോമീറ്റർ ആണ്. അതിനെയാണ് നമ്മൾ ക്ലോറിൻ മോളിക്യൂളിന്റെ കോവാലൻ റേഡിയസ് എന്ന് പറയുന്നത്. ക്ലോറിന്റെ കോവാലൻ റേഡിയസ് എന്ന് പറയുന്നത് 99 പൈക്കോമീറ്റർ ആണ്. ഇനി ഇതേപോലെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റേഡിയസ് എന്ന് പറയുന്നത് വാണ്ടർവാൾസ് റേഡിയസ് ആണ്. It is 1/2 of the distance between the nuclei of two identical non-bonded atoms. ഇവിടെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ആറ്റംസ് ആയിരിക്കണം, എന്നാൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. അവർ തമ്മിൽ ഒരു വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ സഹായത്തോടു കൂടിയാണ് ഈ ആറ്റംസ് അവിടെ നിലനിൽക്കുന്നത്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഗ്യാസസിന്റെ കേസിലാണ് കൂടുതലും വാണ്ടർവാൾസ് റേഡിയസ് കൺസിഡർ ചെയ്യുക. ഇപ്പൊ ക്ലോറിൻ മോളിക്യൂൾ തന്നെ, ക്ലോറിൻ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ക്ലോറിൻ മോളിക്യൂൾസ് ഡിഫറെന്റ് ഡിസ്റ്റൻസിലാണ് നിൽക്കുക. വൺ Cl2 മോളിക്യൂൾ ഈസ് വീക്ക്ലി അട്രാക്റ്റഡ് ബൈ അനദർ Cl2 മോളിക്യൂൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഒരു ക്ലോറിൻ Cl2 മോളിക്യൂളിന് തൊട്ടടുത്തുള്ള Cl2 മോളിക്യൂൾ വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ സഹായത്തോടു കൂടിയാണ് അവിടെ നിലനിർത്തുന്നത്. ആ വീക്ക് ഫോഴ്സ് ആണ് അതിനെ നിലനിർത്തുന്നത്. അപ്പൊ അങ്ങനത്തെ കേസസിൽ, ഗ്യാസസിന്റെ കേസിൽ നമ്മൾ വാണ്ടർവാൾസ് റേഡിയസ് ആണ് കൺസിഡർ ചെയ്യുക. വാണ്ടർവാൾസ് റേഡിയസ് ഓഫ് Cl2 മോളിക്യൂൾ, ക്ലോറിൻ മോളിക്യൂളിന്റെ തന്നെ വാണ്ടർവാൾസ് റേഡിയസ് ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അത് 360 പൈക്കോമീറ്റർ ബൈ 2 ആണ്. അപ്പൊ അറൌണ്ട് 180 പൈക്കോമീറ്റർ ആണ് ആൻസർ കിട്ടുക. അപ്പൊ ക്ലോറിന്റെ കോവാലൻ റേഡിയസ് 99 പൈക്കോമീറ്റർ ആണെങ്കിൽ വാണ്ടർവാൾസ് റേഡിയസ് എന്ന് പറയുന്നത് 180 പൈക്കോമീറ്റർ ആണ് വരിക. നെക്സ്റ്റ് മെറ്റാലിക് റേഡിയസ്. മെറ്റാലിക് റേഡിയസ് എന്ന് പറയുമ്പോൾ മെറ്റൽ അയോൺസ് തമ്മിലിൻ്റെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ് എടുക്കുമ്പോൾ മെറ്റൽസിന് ഒരു ഡെഫിനിറ്റ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ ഒരു സ്ട്രക്ചറിൽ രണ്ട് തൊട്ടടുത്തുള്ള മെറ്റൽ അയോൺസിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. അപ്പൊ മെറ്റൽ അയോൺസിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ അടുത്തടുത്ത് നിൽക്കുന്ന ആ മെറ്റലിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ തൊട്ടടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് മെറ്റൽ അയോൺസിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിന് ഉള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ ഹാഫ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് മെറ്റാലിക് റേഡിയസ് കിട്ടും. ഇറ്റ് ഈസ് 1/2 the internuclear distance between two adjacent, തൊട്ടടുത്തടുത്ത് നിൽക്കുന്ന മെറ്റൽ അയോൺസ് ആയിരിക്കണം. ഇൻ ദ മെറ്റാലിക് ലാറ്റിസ്. മെറ്റാലിക് ലാറ്റിസ് എന്ന് പറയുന്ന മെറ്റലിന്റെ ഡെഫിനിറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ മെറ്റാലിക് ലാറ്റിസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റൽസിന്റെ കേസിൽ നമ്മൾ സാധാരണ മെറ്റാലിക് റേഡിയസ് ആണ് കൺസിഡർ ചെയ്യുക. ഈ കോവാലൻ റേഡിയസും വാണ്ടർവാൾസ് റേഡിയസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിക്ചർ നോക്കാം. ഇത് Cl2 മോളിക്യൂളിന്റെ ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ കോവാലൻ റേഡിയസ് മെഷർ ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കേസിൽ ഇവിടെ നോക്കൂ, ഇതാണ് ഫസ്റ്റ് ക്ലോറിൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ. അവിടുന്ന് സെക്കൻഡ് ക്ലോറിൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തു. എന്നിട്ട് അതിന്റെ ഹാഫ് എടുക്കുക. ആ ഒരു ഡിസ്റ്റൻസ് ആണ് 99 പൈക്കോമീറ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ കോവാലൻ റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അടുത്തത്, ഇത് ഒന്നിച്ചൊരു Cl2 മോളിക്യൂൾ ആണ്. ഇത് അതിന്റെ തൊട്ടടുത്തുള്ള Cl2 മോളിക്യൂൾ ആണ്. ഈ രണ്ട് Cl2 മോളിക്യൂൾസിനെയും വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇവിടെ നിലനിർത്തുന്നത്. ഒരു വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ നമ്മൾ ഈ ക്ലോറിൻ ആറ്റവും ഈ ക്ലോറിൻ ആറ്റവും, അപ്പൊ ഇത് രണ്ടും നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ഐഡന്റിക്കൽ ആറ്റംസ് ആണ്. അവിടെ വാണ്ടർവാൾസ് റേഡിയസ് എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബിറ്റ്വീൻ നോൺ ബോണ്ടഡ് ഐഡന്റിക്കൽ ആറ്റംസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇത് Cl2 മോളിക്യൂളിലെ ഒരു ക്ലോറിൻ ആറ്റമാണ്, ഇത് Cl2 മോളിക്യൂളിലെ അടുത്ത ക്ലോറിൻ ആറ്റവുമാണ്. അപ്പൊ ഇതിന്റെ ഈ രണ്ട് ക്ലോറിൻ ആറ്റംസിന്റെയും ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്, അതായത് ഇവിടുന്ന് ഈ ഒരു ന്യൂക്ലിയസിന്റെ സെന്ററിന് തൊട്ടടുത്തുള്ള നോൺ ബോണ്ടഡ് ക്ലോറിൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. എന്നിട്ട് അതിന്റെ ഹാഫ് എടുക്കുക. ആ ഹാഫ് എടുക്കുമ്പോഴാണ് നമുക്ക് 180 പൈക്കോമീറ്റർ എന്ന് കിട്ടുക. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. എന്നിട്ട് അതിന്റെ ഹാഫ് എടുക്കുക. ഹാഫ് എടുക്കുമ്പോൾ 180 പൈക്കോമീറ്റർ കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു എക്സസ് ആയിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് അതും കൂടി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ
വാണ്ടർവാൾസ് റേഡിയസ് എപ്പോഴും കൂടുതലായിരിക്കുക. വാണ്ടർവാൾസ് റേഡിയസ് ഈസ് ഹയർ ദാൻ കോവാലന്റ് റേഡിയസ്. വാണ്ടർവാൾസ് റേഡിയസ് ഈസ് ഹയർ ദാൻ കോവാലന്റ് റേഡിയസ്. നെക്സ്റ്റ് നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അറ്റോമിക് റേഡിയസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അറ്റോമിക് റേഡിയസിനെ എഫക്റ്റ് ചെയ്യുന്നത് ഒന്നാമത്തത് ഗ്രൂപ്പിൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എഫക്റ്റ് ചെയ്യാന്ന് നോക്കാം. ഗ്രൂപ്പില് എനർജി ലെവൽ, അതായത് എനർജി ഷെൽ, നമുക്കറിയാം ന്യൂക്ലിയസ് കഴിഞ്ഞിട്ട് കുറെ ഷെൽസ് ഉണ്ട്. അപ്പൊ ന്യൂക്ലിയസ് കഴിഞ്ഞിട്ടുള്ള ഷെൽസ്, അതിനെയാണ് നമ്മൾ എനർജി ലെവൽ എന്ന് പറയുന്നത്. എനർജി ലെവൽ ആൻഡ് ഷീൽഡിംഗ് ഹാവ് ആൻ എഫക്റ്റ് ഓൺ ഗ്രൂപ്പ്. അപ്പൊ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ആ ഓരോ ലെവലിലും ഇലക്ട്രോൺസ് ഉള്ളത് കാരണം ന്യൂക്ലിയസിന് ആ ഇലക്ട്രോൺസ് ഒരു ബാരിയർ, ഷീൽഡ് പോലെ നിൽക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ, ബാരിയർ പോലെ നിൽക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എനർജി ലെവലും ഷീൽഡിംഗ് എഫക്റ്റുമാണ് ഗ്രൂപ്പില് അറ്റോമിക് റേഡിയസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. പീരിയഡിൽ അറ്റോമിക് റേഡിയസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ചാർജ് ആണ്. ന്യൂക്ലിയർ ചാർജ് ഹാസ് an effect on a period. ഒരു പീരിയഡിൽ ന്യൂക്ലിയർ ചാർജ് ആണ്, ന്യൂക്ലിയസിന്റെ പവറിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. അതാണ് എഫക്റ്റ് ചെയ്യുക. അതെങ്ങനെ എഫക്റ്റ് ചെയ്യാൻ നോക്കാം. ഇത് ഒരു ഗ്രൂപ്പിന്റെ കണ്ടീഷനാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പാണ് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം. ഇവിടെ നോക്കൂ, ആസ് വി increase the atomic number or go down, അവിടെ എന്താണ്, each atom has energy level, എക്സ്ട്രാ അനദർ ഷെല്ല് വരികയാണ്. ഇപ്പൊ ഹൈഡ്രജന്റെ കേസിൽ ഫസ്റ്റ് പീരിയഡ് ആണ്, അപ്പൊ ന്യൂക്ലിയസ് കഴിഞ്ഞിട്ട് ഒരു ഷെല്ലേ ഉണ്ടായിരിക്കുള്ളൂ. ലിഥിയത്തിന്റെ കേസിൽ സെക്കൻഡ് പീരിയഡ് ആണ്, അപ്പൊ ന്യൂക്ലിയസ് കഴിഞ്ഞ് 2 ഷെല്ല് ഉണ്ടായിരിക്കും. സോഡിയത്തിന്റെ കേസിൽ തേർഡ് പീരിയഡ് ആണ്, അപ്പൊ ന്യൂക്ലിയസ് കഴിഞ്ഞ് 3 ഷെല്ല് ഉണ്ടായിരിക്കും. അങ്ങനെ താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് ഷെൽ നമ്പർ കൂടി വരും. ഷെൽ നമ്പർ കൂടി വരുമ്പോൾ ഇവിടെ അതിന്റെ സൈസ് കൂടി വരികയാണ്. കാരണം ന്യൂക്ലിയസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കൂടി വരും. സോ ദ ആറ്റംസ് ഗെറ്റ് ബിഗർ. സോ ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്, സിൻസ് ദർ ഈസ് ഇൻക്രീസ് ഇൻ ഷെൽ നമ്പർ, നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഷെൽ നമ്പർ കൂടുന്നത് കാരണം അവിടെ അറ്റോമിക് റേഡിയസ് കൂടി വരും. കാരണം അറ്റോമിക് റേഡിയസ് ഈസ് ദ measure from center of the nucleus to the outermost shell containing electron. അപ്പോൾ ആ ഷെല്ലിന്റെ എണ്ണം കൂടുമ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് കൂടി വരും. സോ ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്, the size increases because of the increase in shell number or energy level. Next, ഒരു പീരിയഡിൽ എങ്ങനെയായി ഇത് മാറ്റം സംഭവിക്കാൻ നോക്കാം. As we move from left to right across a period, the size gets smaller. നമ്മൾ ഒരു പീരിയഡിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ സൈസ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുക. ഇപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. അപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ തേർഡ് പീരിയഡിലെ എലിമെന്റ്സ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇവിടെ തേർഡ് പീരിയഡ് ആകുമ്പോൾ എല്ലാത്തിലും ന്യൂക്ലിയസ് കഴിഞ്ഞ് തേർഡ് ഷെല്ല് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഷെൽ നമ്പറിൽ അവിടെ ഇൻക്രീസ് വരുന്നില്ല. ഒരേ ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. തേർഡ് ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് വരുന്നത്. ഇനി ഈ തേർഡ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് വരുമ്പോൾ ആ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച്, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്, മഗ്നീഷ്യം 12 ആണ്, അലുമിനിയം 13 ആണ്. അങ്ങനെ ഓരോ കേസിലും അവിടെ അറ്റോമിക് നമ്പർ കൂടി വരും. അറ്റോമിക് നമ്പർ കൂടുമ്പോൾ ന്യൂക്ലിയസിന്റെ പവർ കൂടുകയാണ്. ന്യൂക്ലിയസിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടും. അപ്പൊ ന്യൂക്ലിയസിന്റെ പവർ കൂടുമ്പോൾ അട്രാക്ഷൻ മോർ ആൻഡ് മോർ സ്ട്രോങ്ങർ ആവും. അട്രാക്ഷൻ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരും. ആ അട്രാക്ഷൻ സ്ട്രോങ് ആവുമ്പോൾ അവിടെ ന്യൂക്ലിയസ് വിൽ സ്ട്രോങ്ലി അട്രാക്ട് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് നല്ല പവർഫുൾ ആയിട്ട് അട്രാക്ട് ചെയ്യും. ആ പവർഫുൾ അട്രാക്ഷൻ കാരണം അവിടെ സൈസ് കുറഞ്ഞു വരും. സോ ആസ് വി മൂവ് അക്രോസ് ദ പീരിയഡ്, the size decreases. സൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതിന്റെ കാരണം എന്ന് പറയുന്നത് it is because of the increase in nuclear charge. So the electrons are in the same energy level. Energy level ഒരു മാറ്റവും ഇല്ല. സെയിം ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് വരുന്നത്. പക്ഷെ ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടി വരും. But there is more nuclear charge because of the increase in atomic number.
അറ്റോമിക് നമ്പർ കൂടുമ്പോൾ അവിടെ ന്യൂക്ലിയർ ചാർജ് കൂടും, ന്യൂക്ലിയസിന്റെ പവർ കൂടും, അട്രാക്ഷൻ കൂടും, അതുകൊണ്ട് സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും. നെക്സ്റ്റ്, സോ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ആർ പുൾഡ് ക്ലോസർ. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ ഒന്നും കൂടി അതിന്റെ അടുത്തേക്ക് പുള്ള് ചെയ്യാണ് ചെയ്യുക അട്രാക്ഷൻ കാരണം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്, അതായത് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ കേസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അവിടെ ഗ്രൂപ്പ് 1, 2, പിന്നെ 13, 14, 15, 16, 17 ആൻഡ് 18 ആണ്. അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഇൻക്രീസസ്. ആ ഒരു പിക്ചറിന് ക്ലിയർ ആണ്. ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസസ് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ഷെൽ നമ്പർ. ഇനി അക്രോസ് ദ പീരിയഡ്, ഒരു പീരിയഡിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ, ഒരു പീരിയഡിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ദ സൈസ് ഡിക്രീസസ് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് കൂടുന്നതാണ് ആ സൈസ് കുറയാനുള്ള കാരണം. അത് ഏത് പീരിയഡിലും നമ്മൾ നോക്കിയാലും ഇതേ കേസാണ്. തേർഡ് പീരിയഡിലും സെക്കൻഡ് പീരിയഡിലും ഫോർത്ത് പീരിയഡിലും ഒക്കെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇനി നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് നോക്കാം. ഇത് ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം. ഇപ്പൊ ഗ്രൂപ്പിലെ ഗ്രാഫാണത്. വൈ ആക്സിസിൽ നമ്മൾ അറ്റോമിക് റേഡിയസ് എടുക്കുന്നുണ്ട്, എക്സ് ആക്സിസിൽ അറ്റോമിക് നമ്പർ എടുക്കുന്നുണ്ട്. From this graph, it is clear that as we move down the group, the size increases. Size ആണ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തത്. ലിഥിയം 152 പൈക്കോമീറ്റർ, സോഡിയം 186 പൈക്കോമീറ്റർ. അപ്പൊ ഇവിടെ സൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇത് ഹാലോജൻ ഫാമിലി. ഹാലോജൻ ഫാമിലിയാണ് ഇവിടെ കൊടുത്തത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് the size decreases. Size size increases. As we move down the group, the size increases because of the increase in shell number. Next, ഒരു പീരിയഡിലെ ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. വൈ ആക്സിസിലെ അറ്റോമിക് റേഡിയസും എക്സ് ആക്സിസിലെ അറ്റോമിക് നമ്പറും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചത് ആസ് വി മൂവ് അക്രോസ് ദ പീരിയഡ് the size decreases because of the increase in nuclear charge. അപ്പൊ ലിഥിയം ടു നിയോൺ അവിടെ സൈസ് റെഗുലർ ആയിട്ട് അവിടെ ഡിക്രീസ് ചെയ്ത് വരികയാണ്. ആ ഗ്രാഫ് നിന്ന് വ്യക്തമാണ്. ഗ്രാഫ് താഴോട്ടാണ് പോകുന്നത്. പിന്നെ സോഡിയം ടു ആർഗൺ, അങ്ങനെ ഓരോ കേസിലും ഇവിടെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഇത് പീരിയഡിലെ ഗ്രാഫ്, നേരത്തെ കണ്ടത് ഗ്രൂപ്പിലെ ഗ്രാഫാണ്. നമുക്കൊന്നുകൂടി ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പീരിയഡിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. The atomic size generally decreases across a period from the elements of the second period. ഏത് പീരിയഡ് ആണെങ്കിലും ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് പീരിയഡിന്റെ കേസ് പറഞ്ഞല്ലോ. It is because within the period the outer electrons are in the same valence shell. outer electrons അതേ ഷെല്ലിലാണ്. വാലൻസ് ഷെൽ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെയാണ്. And the effective nuclear charge increases. Nuclear charge increase ചെയ്തുകൊണ്ടിരിക്കുകയാണ് as the atomic number increases, resulting in the increased attraction of the electrons to the nucleus. ആ ഒരു ഇൻക്രീസ് ആണ് ഈ അട്രാക്ഷൻ കൂട്ടാനുള്ള കാരണം. അപ്പോൾ ഈ പീരിയഡിലെ കേസിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഗ്രൂപ്പിൽ എന്താ സംഭവിക്കുക നോക്കാം. വിത്തിൻ ദ ഫാമിലി ഓഫ് വെർട്ടിക്കൽ കോളം ഓഫ് ദ പീരിയോഡിക് ടേബിൾ, ദ അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് റെഗുലർലി വിത്ത് അറ്റോമിക് നമ്പർ. അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് വിത്ത് അറ്റോമിക് നമ്പർ. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആസ് വി ഡിസെൻഡ് ഡൗൺ ദ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഷെല്ലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പീരിയഡ് ആണെങ്കിൽ n ഈക്വൽ ടു 1 ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് പീരിയഡ് ആണെങ്കിൽ n ഈക്വൽ ടു 2 സെക്കൻഡ് ഷെൽ, അങ്ങനെയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ഓരോരോ ഷെല്ലായിട്ട് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദ വാലൻസ് ഇലക്ട്രോൺസ് ആർ ഫാർദർ ഫ്രം ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ വിട്ട് വരികയാണ് ആ വാലൻസ് ഇലക്ട്രോൺസ്. This happens because the inner energy levels are filled with electrons which serve to shield the outer electrons from the pull of the nucleus. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഷെൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലല്ല, അതിന്റെ ഉള്ളിലുള്ള ഷെൽസ് ഉണ്ട്. ഇപ്പൊ തേർഡ് ഷെല്ലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ സെക്കൻഡ് ഷെൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും, ഫസ്റ്റ് ഷെല്ലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും, എന്നിട്ടാണ് തേർഡ് ഷെല്ലിലേക്ക് വരിക. അപ്പൊ ഈ രണ്ട് ഷെല്ലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുമ്പോൾ ഇത് ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ, അതായത് തേർഡ് ഷെല്ലിലെ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ ഒരു തടസ്സം പോലെ നിൽക്കും ഈ സെക്കൻഡ് ഷെല്ലിലെയും ഫസ്റ്റ് ഷെല്ലിലെയും ഇലക്ട്രോൺസ്. അതിനെയാണ് നമ്മൾ ഷീൽഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഷീൽഡ് പോലെ
അതിനെ കവർ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ ഔട്ടർ മോസ്റ്റ് തേർഡ് ഷെല്ലിലേക്ക് പവർഫുൾ ആയിട്ട് എത്തില്ല. അതുകൊണ്ട് പുള്ള് കുറയും. അതുകൊണ്ടാണ് സൈസ് കൂടുന്നത്. അപ്പൊ അതാണ് അവിടെ ഗ്രൂപ്പിൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് അയോൺസ് എന്താ നോക്കാം. സം കോമ്പൗണ്ട്സ് ആർ കമ്പോസ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് കാൾഡ് അയോൺസ്. ആൻ അയോൺ ഇസ് ആൻ ആറ്റം ദാറ്റ് ഹാസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ്. എല്ലാവർക്കും അറിയാം അയോൺസിന് ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. Atoms are neutral because the number of protons are equal to number of electrons. Atoms പൊതുവെ ന്യൂട്രൽ ആയിരിക്കും. കാരണം എത്ര പ്രോട്ടോൺ ആണ് ആ ന്യൂക്ലിയസിലുള്ളത് അത്ര തന്നെ ഇലക്ട്രോൺസ് അതിന്റെ ഔട്ടർ ഷെല്ലിൽ ഉണ്ടായിരിക്കും. സോ അത് ന്യൂട്രൽ ആയിരിക്കും, ചാർജ് ഒന്നും ഉണ്ടായിരിക്കില്ല. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആർ ഫോംഡ് വെൻ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ്. അത് ലോസ് ആവാം അല്ലെങ്കിൽ ഗെയിൻ ആവാം ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ്. അപ്പോൾ പോസിറ്റീവ് അയോൺസിന് നമ്മൾ കാറ്റയോൺസ് എന്ന് പറയും, നെഗറ്റീവ് അയോൺസിന് നമ്മൾ ആനയോൺസ് എന്ന് പറയും. ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോഴാണ് പോസിറ്റീവ് അയോൺസ് ആവുക, ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് അയോൺസ് ആയിട്ട് മാറുക. മെറ്റൽസ് ടെൻസ് ടു ലോസ് ഇലക്ട്രോൺ ഫ്രം ദെയർ ഔട്ടർ എനർജി ലെവൽ. സാധാരണ മെറ്റൽസിന് എപ്പോഴും ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കുക. അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോഡിയം ലൂസ് ഇലക്ട്രോൺ, 1 ഇലക്ട്രോൺ ആണ് സോഡിയം ലൂസ് ചെയ്യുക. ദർ ആർ നൗ മോർ പ്രോട്ടോൺസ്. അപ്പൊ സോഡിയത്തിന്റെ കേസിൽ 11 ആണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ അതിന്റെ പ്രോട്ടോണിൽ ന്യൂക്ലിയസിൽ 11 പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എല്ലാത്തിലും കൂടി 10 ഇലക്ട്രോൺസും 11 ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. ഇനി ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അത് 10 ആയിട്ട് മാറും. അപ്പൊ പ്രോട്ടോൺ ന്യൂക്ലിയസിന്റെ ചാർജ് +11 ആയിരിക്കും. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് നമ്മൾ ന്യൂക്ലിയസിന്റെ ചാർജ് +11 എന്നാണ് കൺസിഡർ ചെയ്യുക. എന്നാൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറഞ്ഞു, 11 ഉള്ളത് 10 ആയി മാറി. ദസ് ദ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ഈസ് ഫോംഡ്. അങ്ങനെയാണ് Na+ അയോൺ ആയിട്ട് മാറുക. അപ്പൊ നമുക്ക് ഇവിടെ കാറ്റയോൺ ആണ് കിട്ടുക. സോ സോഡിയത്തില് ആക്ച്വലി 11 പ്രോട്ടോണും 11 ഇലക്ട്രോൺസും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്നൊരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ പ്രോട്ടോൺ ന്യൂക്ലിയസിന്റെ ചാർജ് +11, കാരണം 11 പ്രോട്ടോൺസ് അവിടെ സേഫ് ആണ് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ. പക്ഷെ ഒരു ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെട്ടത്. അപ്പൊ അത് 11 10 ആയി മാറും. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് എക്സസ് ആയി നിൽക്കും. അപ്പോഴാണ് നമുക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ കിട്ടുക. അതിനെയാണ് നമ്മൾ കാറ്റയോൺ എന്ന് പറയുന്നത്. ദ ചാർജ് ഈസ് റിട്ടേൺ ആസ് ദ നമ്പർ ഫോളോഡ് ബൈ എ പ്ലസ് സൈൻ. അപ്പൊ നമ്മൾ സാധാരണ Na1+ അല്ലെങ്കിൽ Na+ എന്ന് എഴുതിയാലും മതി. Na1+. അപ്പൊ ചാർജ് അതിന്റെ ആ ഒരു സൈനും അതിന്റെ കൂടെ നമ്മൾ എഴുതും. അപ്പൊ Na1+ അല്ലെങ്കിൽ സിംപ്ലി Na+ എന്ന് എഴുതിയാലും മതി. ഇനി നമുക്ക് ആനിയോൺസ് എങ്ങനെയാ കിട്ടുക നോക്കാം. നോൺ മെറ്റൽസ് ടെൻഡ് ടു ഗെയിൻ 1 or more electrons. അപ്പൊ മെറ്റൽസിന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ആണെങ്കിൽ നോൺ മെറ്റൽസിന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇവിടെ ക്ലോറിൻ വെച്ച് നോക്കാം. ക്ലോറിൻ വിൽ ഗെയിൻ 1 ഇലക്ട്രോൺ. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പൊ അതിൽ 17 പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും, 17 ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ഇലക്ട്രോൺ കിട്ടുമ്പോൾ, എക്സസ് ആയിട്ട് കിട്ടുമ്പോൾ അത് 18 ഇലക്ട്രോൺസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. 17 ഇലക്ട്രോൺസ് ഉള്ളത് 18 ആയി മാറും. കാരണം ഒരു ഇലക്ട്രോൺ അത് ഗെയിൻ ചെയ്ത് കഴിഞ്ഞു. സോ അവിടെ നെഗറ്റീവ് ചാർജ് ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക, എക്സസ് ആയി നിൽക്കുക. അതുകൊണ്ട് നമുക്ക് ഇവിടെ -1 ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആണ് കിട്ടുക. അതിനെ നമ്മൾ Cl1- എഴുതിയിട്ട് ക്ലോറൈഡ് അയോൺ എന്നാണ് എഴുതുക. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക Cl- എന്ന് എഴുതാം, അല്ലെങ്കിൽ Cl1- എന്നും എഴുതാം. അതിനെ നമ്മൾ ക്ലോറൈഡ് അയോൺ എന്നാണ് പറയുക. നേരത്തെ സോഡിയം അയോൺ എന്നാണ് വിളിക്കുക, ഇതിനെ നമ്മൾ ക്ലോറൈഡ് അയോൺ എന്നാണ് വിളിക്കുക. നെഗറ്റീവ് അയോൺസ് ആർ കോൾഡ് ആനയോൺസ്. ഇങ്ങനെ കിട്ടുന്ന നെഗറ്റീവ് അയോൺസിനെ നമ്മൾ ആനയോൺസ് എന്നാണ് വിളിക്കുക. ഇവിടെ നോക്കൂ, ഇതിന്റെ റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ആദ്യം സോഡിയത്തിൽ നിന്ന് സോഡിയം അയോൺ ആയി മാറുന്നതാണ്. സോഡിയം ന്യൂക്ലിയസ് കഴിഞ്ഞ് 3 ഷെല്ലാണ് ആക്ച്വലി ഉള്ളത്. പക്ഷെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അതിന് ഒരു ഷെൽ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. കാരണം ലാസ്റ്റ് ഷെല്ലിൽ ഒറ്റ ഇലക്ട്രോണേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇലക്ട്രോൺ ആണ് ഇതിന് നഷ്ടപ്പെട്ടത്. അപ്പൊ Na+ന് 2 ഷെല്ലേ ഉള്ളൂ, Nക്ക് 3 ഷെല്ലുണ്ടായിരുന്നു. ആ മൂന്നാമത്തെ ഷെല്ലിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോഴാണ് അത് Na+ ആയിട്ട് മാറുന്നത്. അപ്പോഴാണ് നമുക്ക് സോഡിയം അയോൺ കിട്ടുന്നത്.
ഇനി ക്ലോറിൻ ആറ്റത്തിന്റെ കേസ് നോക്കാം. ക്ലോറിനിലും 3 ഷെല്ലാണ് ഉള്ളത്. അപ്പൊ മൂന്നാമത്തെ ഷെല്ലില് ഇവിടെ നോക്കൂ 1 2 3 4 5 6 7 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇനി ക്ലോറിന്റെ കേസിൽ എന്താ സംഭവിക്കുക? ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ 7 ഇലക്ട്രോൺസ് ഉള്ളത് 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അപ്പൊ അവിടെ ഷെല്ലൊന്നും നഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് Cl- അയോൺ ആണ് അവിടെ കിട്ടുക. അപ്പൊ ആദ്യത്തെ കേസിൽ കാറ്റയോൺ കിട്ടി, രണ്ടാമത്തെ കേസിൽ ആനയോണും കിട്ടി. ഇനി നമുക്ക് അതിന്റെ റേഡിയസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആ ന്യൂട്രൽ ആറ്റവും അതിന്ന് കിട്ടിയ കാറ്റയോണും തമ്മിലുള്ള ഒരു റേഡിയസ് കമ്പാരിസൺ, അതേപോലെ ന്യൂട്രൽ ആറ്റവും അതിന്ന് കിട്ടിയ ആനയോണും തമ്മിലുള്ള ഒരു റേഡിയസ് കമ്പാരിസൺ ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഇത് അയോണിക് റേഡിയസ്, അയോൺസിന്റെ റേഡിയസിന് നമ്മൾ അയോണിക് റേഡിയസ് എന്നാണ് വിളിക്കുക. ആറ്റത്തിന്റെ റേഡിയസിനെ അറ്റോമിക് റേഡിയസ് എന്നും വിളിക്കും. The ionic radius of elements exhibit the same trend as the atomic radius. A cation is smaller than its parent atom because it has fewer electrons, while its nuclear charge remains the same. അപ്പോൾ കാറ്റയോൺസിന്റെ കേസിൽ ഏതാണോ പാരന്റ് ആറ്റം എന്ന് പറയുന്നത് എന്തിൽ നിന്നാണോ, ഏത് ആറ്റത്തിൽ നിന്നാണോ അത് ഫോം ചെയ്തത്, അതിനെയാണ് നമ്മൾ പാരന്റ് ആറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ സോഡിയത്തിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ Na+ന്റെ പാരന്റ് ആറ്റം എന്ന് പറയുന്നത് Na എന്ന് പറയുന്ന ആറ്റമാണ്. അപ്പോൾ അതിനെക്കാട്ടിലും ഇവിടെ കാറ്റയോണിന് Na+ന് സൈസ് കുറവായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ബിക്കോസ് ഇറ്റ് ഹാസ് ഫ്യൂവർ ഇലക്ട്രോൺസ്. സോഡിയത്തിന്റെ കേസിൽ നമ്മൾ കണ്ടിരുന്നു 10 ഇലക്ട്രോൺസ് ആണ് Na+നുള്ളത്. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറഞ്ഞു. ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയുമ്പോൾ ന്യൂക്ലിയർ ചാർജിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ന്യൂക്ലിയർ ചാർജ് +11 തന്നെയാണ്. കാരണം ന്യൂക്ലിയസിൽ 11 പ്രോട്ടോൺസ് ആണുള്ളത്. അപ്പം ന്യൂക്ലിയസിന്റെ ചാർജ് +11 എന്നാണ് നമ്മൾ അതിൽ പറയാറ്. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, പക്ഷെ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ അട്രാക്ഷൻ കൂടുതൽ സ്ട്രോങ് ആവും. കാരണം ആദ്യത്തെ കേസിൽ Na ആറ്റത്തിന്റെ കേസിൽ അവിടെ 11 +11 ചാർജുള്ള ന്യൂക്ലിയസിന് 11 ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യണം. എന്നാൽ Na+ന്റെ കേസിൽ +11 ചാർജുള്ള ന്യൂക്ലിയസിന് 10 ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ കുറച്ചും കൂടിയും എഫക്റ്റീവ് ആയിട്ടുള്ള അട്രാക്ഷൻ രണ്ടാമത്തെ കേസിലായിരിക്കും. കാരണം അവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറഞ്ഞു. സോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഇൻ ദ കേസ് ഓഫ് Na+ അയോൺ. സോ ദ സൈസ് becomes smaller compared to parent atom. അതുകൊണ്ടാണ് പാരന്റ് ആറ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ സൈസ് കുറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ആനയോണിന്റെ കേസ് നോക്കാം. The size of an anion will be larger than that of parent atom because the addition of one or more electrons would result in increased repulsion among the electrons and a decrease in effective nuclear charge. ഇവിടെ നമുക്ക് ക്ലോറിന്റെ കേസ് എടുത്ത് നോക്കാം. ക്ലോറിനേക്കാളും സൈസ് കൂടുതലായിരിക്കും Cl- അയോൺ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ക്ലോറിന്റെ ന്യൂക്ലിയർ ചാർജ് +17 ആണ്. അതിൽ 17 ഇലക്ട്രോൺസും ഉണ്ടായിരുന്നു. എന്നാൽ Cl- ന്യൂക്ലിയർ ചാർജ് +17 ആണ്, പക്ഷെ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുകയാണ് ചെയ്തത്. 18 ഇലക്ട്രോൺസ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. കാരണം Cl- ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ 18 ഇലക്ട്രോൺസ് ആയി മാറി. 18 ഇലക്ട്രോൺസ് ആയി മാറുമ്പോൾ ഇവിടെ ആ ഷെല്ലിൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺസ് കയറുകയാണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു ആദ്യം ആ തേർഡ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസേ ഉണ്ടായിരുന്നുള്ളൂ. Cl- ആയി മാറിയപ്പോൾ അത് 8 ഇലക്ട്രോൺസ് ആയി മാറി. അപ്പൊ 8 ഇലക്ട്രോൺസ് വരുമ്പോൾ അവിടെ ഓൾറെഡി കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട്. അതെന്ത് ചെയ്യും? ഈ ഒരു ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യും. ഓൾറെഡി അവിടെ ഉള്ള ഇലക്ട്രോൺസ് ആ വന്ന എക്സ്ട്രാ 8 ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യും. അപ്പൊ ആ ഒരു റിപ്പൽഷൻ കാരണം ഇലക്ട്രോൺ ക്ലൗഡ് എക്സ്പാൻഡ് ചെയ്യും. ഈ റിപ്പൽഷൻ കാരണം ഇലക്ട്രോൺ ക്ലൗഡ് എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഷൻ കാരണം ഇവിടെ അയോണിക് റേഡിയസ് കൂടും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ ചാർജ് +17 തന്നെയാണ്, പക്ഷെ ഇവിടെ 18 ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോണിന്റെ എണ്ണം കൂടി. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുമ്പോൾ ആ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ, ആ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ +17 ന്യൂക്ലിയർ ചാർജ് ഉള്ള Cl ആറ്റത്തിന് 17 ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്താൽ മതിയായിരുന്നു. രണ്ടാമത്തെ കേസിൽ +17
ന്യൂക്ലിയർ ചാർജ് ഉള്ള Cl മൈനസ് അയോണിന് 18 ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുമ്പോൾ അവിടെ അട്രാക്ഷന്റെ എഫക്റ്റീവ്നെസ് കുറയും. അതുകൊണ്ടാണ് നമ്മൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ് എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുമ്പോൾ അവിടെ സൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ദ സൈസ് ഓഫ് cation is smaller than parent atom and the size of anion is larger than parent atom. പാരന്റ് ആറ്റം എന്ന് പറയുന്നത് ഏത് ആറ്റത്തിൽ നിന്നാണോ നമുക്ക് കാറ്റയോണും ആനയോണും കിട്ടുന്നത് അതിനെയാണ് നമ്മൾ പാരന്റ് ആറ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ട്രെൻഡ്സ് ഇൻ അയോണിക് സൈസ്. Cations form by losing electrons. Cations are smaller than atom they came from. Not only do they lose electron, they lose an entire energy level. ഇപ്പൊ സോഡിയത്തിന്റെ കേസിൽ നമ്മൾ കണ്ടതാണ്, ആ മൂന്നാമത്തെ ഷെൽ കംപ്ലീറ്റ്ലി അതിന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മെറ്റൽസ് ഫോം കാറ്റയോൺ. സാധാരണ മെറ്റൽസ് ആണ് കാറ്റയോൺ ഫോം ചെയ്യുന്നത്. Cations of representative elements have the noble gas configuration before them. സാധാരണ അങ്ങനെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അതിന് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടുകയാണ് ചെയ്യുക. ഇപ്പൊ സോഡിയത്തിന്റെ കേസിൽ അത് Na+ ആയി മാറിയപ്പോൾ ഇവിടെ അതിന് നിയോണിന്റെ കോൺഫിഗറേഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷനിലേക്കാണ് അത് എത്തുന്നത്. നെക്സ്റ്റ്, ആനിയോൺസിന്റെ കേസിൽ ആനിയോൺസ് ഫോം ബൈ ഗെയിനിങ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ആഡ് ചെയ്തിട്ടാണ് ആനിയോൺസ് ഫോം ചെയ്യുന്നത്. ആനിയോൺസ് ആർ ബിഗർ ദാൻ ആറ്റം ദേ കെയിം ഫ്രം. പാരന്റ് ആറ്റത്തിനേക്കാളും ബിഗർ ആണ് എന്നാണ് പറയുന്നത്. ഹാവ് ദ സെയിം എനർജി ലെവൽ ബട്ട് ഗ്രേറ്റർ ഏരിയ ദ ന്യൂക്ലിയർ ചാർജ് നീഡ് ടു കവർ. അപ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ആനയോണിന്റെ കേസിൽ ഉണ്ടാവുക. ആ ന്യൂക്ലിയസിന് കൂടുതൽ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യണം. നോൺ മെറ്റൽസ് ആണ് സാധാരണ ആനിയോൺസ് ഫോം ചെയ്യുക. Anions of representative elements have noble gas configuration after them. ആനിയോൺസിന് അതിന് ശേഷമുള്ള നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ആണ് കിട്ടുക. കാറ്റയോൺസിന് അതിന്റെ തൊട്ട് മുൻപിലുള്ള നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടുമ്പോൾ ആനയോണിന് അതിന് ശേഷമുള്ള നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് കിട്ടുക. ക്ലോറിന്റെ കേസ് നമ്മൾ നേരത്തെ കണ്ടു, Cl മൈനസ് ആയി മാറിയപ്പോൾ അതിന് ആർഗണിന്റെ കോൺഫിഗറേഷൻ ആണ് കിട്ടിയത്. ആർഗൺ ശരിക്കും ക്ലോറിന് ശേഷം വരുന്ന ഒരു നോബൽ ഗ്യാസ് ആണ്. അപ്പൊ അതാണ് അതിന്റെ നോർമൽ ട്രെൻഡ്. കാറ്റയോൺസ് സാധാരണ മെറ്റൽസ് ഫോം ചെയ്യും, ആനിയോൺസ് സാധാരണ നോൺ മെറ്റൽസ് ആണ് ഫോം ചെയ്യുക. ഈ കോൺഫിഗറേഷൻ ഓഫ് അയോൺസ് നോക്കാം. അയോൺസ് ഓൾവേസ് ഹാവ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ, എ ഫുൾ ഔട്ടർ ഇലക്ട്രോൺ. സാധാരണ ഈ അയോൺസ് ഫോം ചെയ്യുന്നത് ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ നോബൽ ഗ്യാസ് കോൺഫിഗറേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അയോൺസ് ആയിട്ട് മാറുന്നത്. ചില കേസസിൽ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും, ചില കേസസിൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ എൻ ആറ്റത്തിന്റെ ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1s2 2s2 2p6 3s1. അത് Na+ ആയി മാറുമ്പോൾ ഫോംസ് എ 1+, സോഡിയം അയോൺ ആയി മാറുമ്പോൾ 1s2 2s2 2p6 ആയി മാറി. അതായത് നിയോണിന്റെ കോൺഫിഗറേഷൻ എത്തി. നിയോണിന് സെയിം കോൺഫിഗറേഷൻ ആണ് ഉള്ളത്. Metals form ions with the configuration of noble gas before them by loss of electron. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ നോബൽ ഗ്യാസ് കോൺഫിഗറേഷനിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ്, ആനിയോൺസിന്റെ കേസ് നോക്കാം. നോൺ മെറ്റൽസ് ഫോം അയോൺസ് ബൈ ഗെയിനിങ് ഇലക്ട്രോൺ ടു അച്ചീവ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ. They end up with the configuration of noble gas after them. അതിനുശേഷമുള്ള നോബൽ ഗ്യാസ് കോൺഫിഗറേഷനിലേക്കാണ് എത്തുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അവിടെ അയോൺ ഗ്രൂപ്പ് ട്രെൻഡ് നോക്കാം. ഈച്ച് സ്റ്റെപ്പ് ഡൗൺ ദ ഗ്രൂപ്പ് ഈസ് ആഡിങ് ആൻ എനർജി ലെവൽ. അപ്പോൾ നമ്മളെ അറ്റോമിക് റേഡിയസിലുള്ള അതേ ട്രെൻഡാണ് അയോണിക് റേഡിയസും കാണിക്കുക. ഒരു ഗ്രൂപ്പിൽ നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ വി നോ ദാറ്റ് ദർ ഇസ് ഇൻക്രീസ് ഇൻ ഷെൽ നമ്പർ. ഷെൽ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ അയോണിക് റേഡിയസും കൂടി വരികയാണ്. ഇത് ഗ്രൂപ്പ് 1ന്റെ അയോണിക് റേഡിയസിന്റെ ഒരു പിക്ചറാണ് കൊടുത്തത്. Ions therefore get bigger as you go down because of the additional energy level. ഒരു എക്സ്ട്രാ എനർജി ലെവൽ വരുന്നത് കാരണം അതിന്റെ സൈസ് കൂടി വരും. നെക്സ്റ്റ്, പീരിയഡിലുള്ള ട്രെൻഡ് നോക്കാം. അക്രോസ് ദ പീരിയഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്, സോ ദേ ഗെറ്റ് സ്മോളർ. അപ്പൊ പീരിയഡിലുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 14 വരെ കാറ്റയോൺസ് ആണ് ഫോം ചെയ്യുക.
ഗ്രൂപ്പ് 15 മുതൽ 17 വരെ അവിടെ ആനിയോൺ ആണ് ഫോം ചെയ്യുക. കാരണം ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ കേസസ് ആണ് ഗ്രൂപ്പ് 15 മുതൽ വരുന്നത്. അപ്പോൾ ഇവിടെ കാറ്റയോൺ ഫോം ചെയ്യുമ്പോൾ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ ഈ കേസിൽ സൈസ് കുറഞ്ഞാണ് വരുന്നത്. കാരണം ലിഥിയം പ്ലസ് Be2+, B3+, C4+, അവിടെ കാറ്റയോണിന്റെ ചാർജ് കൂടി വരികയാണ്. പോസിറ്റീവ് ചാർജ് കൂടി വരികയാണ്. പോസിറ്റീവ് ചാർജ് കൂടി വരുമ്പോൾ അവിടെ അതിന്റെ സൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ന്യൂക്ലിയർ ചാർജ് കൂടി വരും. കാരണം അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ ന്യൂക്ലിയസിന്റെ പവർ കൂടി വരും, ഇലക്ട്രോണിന്റെ എണ്ണം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കേസിൽ ഗ്രൂപ്പ് 15, 16, 17 കേസിൽ ഇവിടെ നൈട്രജന്റെ കേസിലാണെങ്കിൽ +7 ആണ് ന്യൂക്ലിയർ ചാർജ്. എന്നാൽ എക്സ്ട്രാ 3 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ന്യൂക്ലിയസിന്റെ അട്രാക്ട് ചെയ്യാനുള്ള പവർ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ നൈട്രജന്റെ സൈസ് അതിന്റെ പാരന്റ് ആറ്റത്തിനേക്കാളും കൂടുതലായിരിക്കും. പിന്നെ നമ്മളൊരു ഗ്രൂപ്പ് പീരിയഡിൽ അങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ സൈസ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. കാരണം ഓക്സിജന്റെ കേസിൽ 2 ഇലക്ട്രോൺസേ വന്നു, ഫ്ലൂറിന്റെ കേസിൽ ഒരു എക്സസ് ആയിട്ടുള്ള 1 ഇലക്ട്രോണേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ അട്രാക്ഷൻ കൂടുതൽ എഫക്റ്റീവായി വരും. Notice the energy level change between anions and cations. Anions and cations ഇവിടെ സെക്കൻഡ് പീരിയഡിന്റെ കേസാണ് കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് പീരിയഡിൽ ഇത്രയും മനസ്സിലാക്കുക, ഗ്രൂപ്പ് 14 വരെ കാറ്റയോൺസ് ആണ് ഫോം ചെയ്യുക. ഗ്രൂപ്പ് 15 to 17 എന്ന് പറയുന്നത് ആനിയോൺസ് ആണ് ഫോം ചെയ്യുക. നെക്സ്റ്റ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണെന്ന് നോക്കാം. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ they have same number of electrons but different nuclear charge. അങ്ങനത്തെ സ്പീഷീസിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. They may be defined as neutral or ionic species which have same number of electrons but different nuclear charge. ഒരു എക്സാമ്പിൾ നോക്കാം. N3-, O2-, F-, Ne, Na+, Mg2+, Al3+. ഈ എല്ലാ കേസിലും നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. പക്ഷെ 3 എക്സ്ട്രാ ഇലക്ട്രോൺസ് വരുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10 ആയി മാറും. ഓക്സിജന്റെ ന്യൂക്ലിയർ ചാർജ് +8 ആണ്, കാരണം അറ്റോമിക് നമ്പർ 8 ആണ്. ഇനി അതിലേക്ക് 2 എക്സ്ട്രാ ഇലക്ട്രോൺസ് ആണ് വരിക. അപ്പോൾ 8 + 2 10 ഇലക്ട്രോൺസ് ആയി മാറി. ഓൾറെഡി 8 ഇലക്ട്രോൺസ് അതിലുണ്ട്, എക്സ്ട്രാ 2 ഇലക്ട്രോൺസ് അതിലേക്ക് വരുമ്പോൾ 10 ആയി മാറും. ഇനി ഫ്ലൂറിന്റെ കേസ് നോക്കാം. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അതുകൊണ്ട് ന്യൂക്ലിയർ ചാർജ് +9. 9 ഇലക്ട്രോൺസ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇനി മൈനസ് എന്ന് കാണിക്കുന്നത് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ 9 + 1 10 ഇലക്ട്രോൺസ് ആയി മാറി. നിയോണിന്റെ കേസിൽ ന്യൂക്ലിയർ ചാർജ് +10 ആണ്. പക്ഷെ അവിടെ ഇലക്ട്രോൺസ് വന്നിട്ടുമില്ല പോയിട്ടുമില്ല. സോ 10 ഇലക്ട്രോൺസ് തന്നെ അതിലുണ്ടായിരിക്കും. സോഡിയത്തിന്റെ കേസിൽ ന്യൂക്ലിയർ ചാർജ് +11 ആണ്. കാരണം അറ്റോമിക് നമ്പർ 11 ആണ്. പക്ഷെ പ്ലസ് ചാർജ് ആണ് കാണുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. സോ 11 11 - 1 സോ 10 ഇലക്ട്രോൺസ് ആണ് അവിടെ വരിക. മെഗ്നീഷ്യത്തിന്റെ കേസിൽ അറ്റോമിക് നമ്പർ 12 ആണ്. സോ ന്യൂക്ലിയർ ചാർജസ് +12. എന്നാൽ ഇലക്ട്രോൺസും 12 ആയിരുന്നു, പക്ഷെ 2 ഇലക്ട്രോൺസ് ആണ് 2+ എന്നാണ് കാണുന്നത്. ദാറ്റ് മീൻസ് 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു എന്നാണ്. അപ്പൊ 12 - 2 10 ഇലക്ട്രോൺസ്. നെക്സ്റ്റ് അലുമിനിയത്തിന്റെ കേസിൽ അറ്റോമിക് നമ്പർ 13 ആണ്. സോ അറ്റോമിക് ന്യൂക്ലിയർ ചാർജസ് +13 ആൻഡ് ഇലക്ട്രോൺസ് 13 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, പക്ഷെ 3+ എന്നാണ് അവിടെ കാണുന്നത്. ദാറ്റ് മീൻസ് 3 ഇലക്ട്രോൺസ് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ 13 - 3 എന്ന് ചെയ്യണം. അപ്പൊ 10 ഇലക്ട്രോൺസ്. അപ്പൊ ഇവിടെ നോക്കൂ, എല്ലാത്തിലും ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആണ്, 10 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അതിന്റെ മീനിങ് വരുന്നത്. പക്ഷെ ന്യൂക്ലിയർ ചാർജ് ഡിഫറെന്റ് ആണ്. +7 മുതൽ +13 വരെയുള്ള ന്യൂക്ലിയർ ചാർജസ് ആണ് ഇവിടെ കാണുന്നത്. അങ്ങനത്തെ സ്പീഷീസ് എന്ന് പറയാൻ കാരണം ചില കേസസിൽ അത് ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റംസ് ആവാം, ചില കേസസിൽ അത് അയോൺസും ആവും. അപ്പൊ Ne എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റമാണ് നിയോൺ. അപ്പൊ നിയോണും ഉണ്ട്, പിന്നെ ആനിയോൺസും ഉണ്ട്, കാറ്റയോൺസും ഉണ്ട്.
അപ്പൊ അങ്ങനത്തെ സ്പീഷീസിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. They may be defined as neutral or ionic species which have same number of electrons but different nuclear charge. Next, size of isoelectronic ions. Iso means the same എന്നുള്ള മീനിങ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്. Isoelectronic ions have same number of electrons. അതിന്റെ എക്സാമ്പിൾ ആണ് നേരത്തെ നമ്മൾ കണ്ട അതേ എക്സാമ്പിൾ ആണ്. All have 10 electrons and all have the same configuration. എല്ലാവർക്കും നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഈ കേസിൽ എല്ലാത്തിനും നിയോണിന്റെ കോൺഫിഗറേഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ എല്ലാത്തിനും നോബൽ ഗ്യാസ് കോൺഫിഗറേഷനിലേക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അതിന്റെ കറസ്പോണ്ടിങ് കാറ്റയോൺസും ആനയോൺസുമായിട്ട് മാറുന്നത്. അലുമിനിയത്തിന്റെ കേസിൽ +13 ചാർജ് ആണ് ന്യൂക്ലിയസിന്, എന്നാൽ 10 ഇലക്ട്രോൺസ്. മെഗ്നീഷ്യത്തിന്റെ കേസിൽ +12 ആണ്, എന്നാൽ 10 ഇലക്ട്രോൺസ്. അപ്പൊ ഈ കേസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് അലുമിനിയത്തിന് ആണ്. അപ്പോൾ അവിടെ പവർഫുൾ അട്രാക്ഷൻ അലുമിനിയാണ് കാണിക്കുക. അപ്പൊ അലുമിനിയം 3+ ആയിരിക്കും ഏറ്റവും സൈസ് കുറവ്. മെഗ്നീഷ്യത്തിന്റെ കേസിൽ +12 ആണ്, ന്യൂക്ലിയസിന്റെ ചാർജ് ഒന്ന് കുറഞ്ഞു, 10 ഇലക്ട്രോൺസ് തന്നെയേ ഉള്ളൂ ഈ കേസിൽ. ഇനി സോഡിയത്തിന്റെ കേസിൽ വീണ്ടും ന്യൂക്ലിയസിന്റെ പവർ ഒന്നും കൂടി കുറഞ്ഞു, +11 ആണ് ന്യൂക്ലിയസിന്റെ ചാർജ്. അപ്പൊ നമ്മൾ അലുമിനിയം 3+, Mg2+, Na+, Ne, F-, O2-, N3-, അങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ സൈസ് കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. കാരണം ന്യൂക്ലിയസിന്റെ പവർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ സൈസ് കൂടി കൂടി വരികയാണ്. ഏറ്റവും സൈസ് കുറവുള്ള ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത് Al3+ ആണ്. ഏറ്റവും സൈസ് കൂടിയ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഈ കൂട്ടത്തിൽ ഈ ഒരു കേസിലാണ് ഞാൻ പറയുന്നത്. അവിടെ N3- ആയിരിക്കും ഏറ്റവും സൈസ് കൂടിയ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. കാരണം ഏറ്റവും പവർ കുറഞ്ഞ ന്യൂക്ലിയസ് അതിനായിരിക്കും. +7 ആണ് അതിന്റെ ന്യൂക്ലിയർ ചാർജ്. അലുമിനിയത്തിലെ ന്യൂക്ലിയർ ചാർജ് +13. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. നെക്സ്റ്റ് അയണൈസേഷൻ എന്താക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.